കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സുതിമോൾ കടലക്കറി വെക്കുന്ന റെസിപ്പി ഒന്ന് കാണിച്ചു തരാമോ, ഞങ്ങൾക്കൊന്ന് വെച്ച് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കടലക്കറി റെസിപ്പിയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. വലിയ വലിയ ആധുനികമായ പാചകമൊന്നുമല്ല, സാധാരണ നള പാചകമാണ് സുതിമോൾ വെച്ചിട്ട് നള പാചകം കേട്ടോ. ഇത് നമുക്ക് എങ്ങനെ ഞാൻ വെക്കുന്നതാണ് കാണിക്കുന്നത്. കടലയാണ്, കടല നന്നായി കഴുകിയാൽ വെച്ചേക്കുന്നതാണ്. അത് കുക്കറിലോട്ട് എടുത്ത് ഇടുക. ഇതിനകത്തോട്ട് കടല എടുത്തിട്ടുണ്ട്, അതിനകത്തോട്ട് കുറച്ച് സവാള അരിഞ്ഞിടുക. അത് വലിയ നൈസായിട്ട് അരിഞ്ഞൊന്നുമില്ല കേട്ടോ, കാരണം കുക്കറിലിട്ട് അടിക്കാനുള്ളതല്ലേ, അത് അലിഞ്ഞോളൂ. അതുകൊണ്ട് അധികം കുഞ്ഞുകുഞ്ഞാന്നൊന്നും ആക്കിയതിന് കുഴപ്പമൊന്നുമില്ല. അതായത് അല്പം ഉപ്പിടാം. അതിനുശേഷം വെള്ളം, ആവശ്യമുള്ള വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. നന്നായി കുക്കർ അടയ്ക്കുക, പഴയതുപോലെ കുക്കർ അടയ്ക്കുക. അതിൻ്റെ ഇത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് അരിയാം. പിന്നെ പുട്ടുണ്ടാക്കാനുള്ള പുട്ട് നനയ്ക്കുന്നത് സാധനങ്ങൾ കുക്കർ അടിക്കുന്നുണ്ട്. കടുവരച്ച് വേണ്ട 2 സവാള, കുറച്ച് സാധനം ഇട്ടിട്ടുണ്ട് സവാള അതിൻ്റെ അകത്തോട്ട്. അവിടെ 2 സവാള, 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ഇത്ര സാധനം അരിഞ്ഞെടുക്കാം. മീൻ വന്നിട്ടോ കേട്ടോ, നമ്മളിവിടെ മീൻ കൊണ്ടുതരും കേട്ടോ, അത് ഫ്രഷ് മീൻ. ഇവിടെ വെളുത്തുള്ളി, വലിയ ഉള്ളിയായിരുന്നു കേട്ടോ വെളുത്തുള്ളി. അല്ലെങ്കിൽ സാധാരണ കുഞ്ഞാനായിരിക്കും. എത്ര നേരം കൊണ്ടാണ് അത് പൊളിച്ചെടുക്കുന്നത്. ഈ പ്രാവശ്യം വലിയ ഉള്ളിയാണ്. ഒന്നും മിണ്ടാതെ കുക്കർ കാര്യങ്ങൾ പറയുമ്പോഴാണ് കുക്കർ കൊടുക്കുന്നത്. കൊച്ച കുറഞ്ഞ കാണിച്ചാൽ മതി കേട്ടോ, തിരക്കാതെ കേൾക്കണം സൗണ്ടൊക്കെ. ഇതിനുള്ള അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ പുട്ടിനുള്ള തിരുമ്മി വെച്ചിട്ടുണ്ട്, തേങ്ങായും പുട്ടിനുള്ള സാധനങ്ങൾ തിരുമ്മി വെച്ചിട്ടുണ്ട്. സാധനം നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരിച്ചിരി കടല കേട്ടോ, അധികമൊന്നും വേണ്ട, ഒരിച്ചിരി കടല മിക്സിയുടെ ജാറിലോട്ടെടുത്ത് അരച്ചെടുക്കണം. ഒരു കൊഴുപ്പ് കിട്ടാനും ഒരു കടല ടേസ്റ്റ് കിട്ടാനും അത് അടിപൊളിയാണ് കേട്ടോ. ഒരല്പം കടല എടുത്ത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. അല്പം കടുക് ഇടുക. പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞ് വെച്ച സാധനങ്ങൾ ഇടുക. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇടുക. നന്നായിട്ടൊന്ന് കാട്ടുക. അത് വാടി കിട്ടാൻ വേണ്ടി ഇച്ചിരി ഉപ്പിടുവാണ്. പെട്ടെന്ന് എപ്പോഴും പറയാൻ ഇച്ചിരി ഉപ്പിടുവാണെങ്കിൽ പെട്ടെന്ന് സവാള അങ്ങ് വാടി കിട്ടും കേട്ടോ. വഴണ്ട് വന്നിട്ടുണ്ട്. വഴണ്ട് വന്നു കഴിയുമ്പോൾ
ഇച്ചിരി മഞ്ഞപ്പൊടി, അല്പം മുളക് പൊടി, ഇപ്പം മതി കേട്ടോ. കാശ്മീരി ആയതുകൊണ്ട് ഉണ്ടാക്കുന്നത് നമ്മൾ സാത്രം ഇട്ടേക്കുന്നത്. പിന്നെ അല്പം മല്ലിപ്പൊടി, അതിനുശേഷം അല്പം മീറ്റ് മസാല, ഗരം മസാല ഇടാം കേട്ടോ. ഇട്ട് നന്നായിട്ട് ഇളക്കുക. ആ പൊടിയൊക്കെ മൂത്തിട്ടുണ്ട്. മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന കടലയുണ്ടല്ലോ, അതങ്ങോട്ട് തട്ടുക. ഈ കടല തട്ടുന്നത് എന്തിനാന്ന് വെച്ചാൽ കറിക്കൊരു കൊഴുപ്പ് കിട്ടാനും കടലയുടെ ഒരു ചൊവ അടിപൊളിയായിട്ട് വരാനും കൂടെയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കടല മറക്കുക. ഉണ്ടപ്പോൾ 2 കഷ്ണം തിന്നാൻ വെച്ചാൽ വെള്ളം ഒഴിക്കേണ്ടത് വരത്തില്ല കേട്ടോ. ഈ ഒരു പരുവത്തിൽ അധികം കടലക്കറയെന്ന് പറഞ്ഞാൽ കടലാക്രമണം പോലെ ഒന്നും ആയിപ്പോകരുത് കേട്ടോ. ഒരു കുഴമ്പം പരുവത്തിൽ നിൽക്കണം കടലക്കറ, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. ഇതിപ്പോൾ സെറ്റാണ്. ഇത്ര വെള്ളം മതി. തന്നെ പറയുമ്പോൾ സെറ്റാണെന്ന് വേറെ ആരും പറഞ്ഞു. അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളി കടലക്കറിയാണ് കേട്ടോ. കടലക്കറി സെറ്റായിട്ടുണ്ട്. കടലക്കറി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുട്ട് റെഡിയാക്കാം കേട്ടോ. പുട്ട് ചിരട്ടപ്പുട്ടാണ്. നമുക്ക് ഇതേ ഉള്ളൂ. മറ്റേ ചില്ല് കാക്ക കൊത്തിക്കൊണ്ട് പോയി പാത്രം കഴുകാൻ. പണ്ട് നമ്മളെ അവിടുത്തെ വീട്ടിൽ വെച്ച് പാത്രം കഴുകാൻ എടുത്തിട്ട് ചില്ല് കാക്ക എടുത്തുകൊണ്ട് പോയി. അങ്ങനെ ചിരട്ടപ്പുട്ട് ഇത് നമ്മുടെ നീതിച്ചേച്ചി നമുക്ക് മേടിച്ചു തന്ന ചിരട്ടപ്പുട്ടാണ് കേട്ടോ. അടിപൊളി. ശേഷം ഇങ്ങനെ പുറത്തോട്ട് നന്നായിട്ട് തേങ്ങ വെച്ച് അടപ്പ് വെച്ച് മൂടി കുക്കറിൽ സൂന്നോട്ട് വെക്കാം കേട്ടോ. ദേ കൂക്കു തീക്കുത്തി വണ്ടി കൂകിപ്പായും തീവണ്ടി എന്ന് പറഞ്ഞ ആവിയൊക്കെ വരുന്നുണ്ട്. അതെ, നമുക്കത് എടുക്കാം. ധൃതി വെച്ച് നിൽക്കുക കേട്ടോ. പിന്നെ അതെ നമ്മുടെ കടലക്കറി ഇതാണ്. അതെ, സെറ്റായിട്ടുണ്ട്. നല്ല സൂപ്പർ കടലക്കറിയാണ് കേട്ടോ. നമുക്ക് ഓളവളം പോലെ ചാറൊന്നുമില്ല കേട്ടോ നമ്മുടെ കടലക്കറിക്ക്. ഓൾറെഡി ഇങ്ങനെ ഒരു കുഴമ്പ് ഓരോരുത്തരാണ് നമ്മൾ ഇരിക്കുന്നത്. എൻ്റെ ആണെങ്കിലും എല്ലാവരുടെയും അഭിപ്രായ പ്രകാരം ഞാൻ കടലക്കറി ഉണ്ടാക്കിയതാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ സാധനമാണ്. ഞാൻ ഉണ്ടാക്കുന്നതെന്ന് പറയല്ല, ഒരു രക്ഷയില്ല. ഭയങ്കര മണവുമാണ്. നിങ്ങൾ റെഡിയാക്കി ഉണ്ടാക്കി കഴിച്ച് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇത്രയൊക്കെ നമ്മൾ എന്ത് വീഡിയോ കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക. താങ്ക് യു.